ഇയാളൊരു ഹൈ ലെവൽ പോസ്റ്റിലേക്ക് വരാനുള്ളതാ. എന്നെപ്പോലൊരു സാധാരണക്കാരനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഞാനൊരു ബുദ്ധിമുട്ടാണോ കിച്ചുവിന്? ഇപ്പൊ അല്ല, പക്ഷേ എന്നും ഒരു ശരാശരി ജീവിതം ആഗ്രഹിക്കുന്ന എനിക്ക് നാളെ ദേവുവിന്റെ സ്റ്റാറ്റസും പൊസിഷനും ഒക്കെ ഒരു ബാധ്യത തന്നെയാവും. തർക്കിക്കുന്നില്ല ഞാൻ. കിച്ചുവിനോടുള്ള ഇഷ്ടത്തിന് വേണ്ടി ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞ ഞാൻ തന്നെ ഉപേക്ഷിക്കും. പക്ഷെ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരില്ല. ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കുമെന്നാണ് ദേവ് പറഞ്ഞെങ്കിൽ അത് വെറും ഫൂളിഷ്നസ് ആണ്. കാലം മറക്കാനും പൊറുക്കാനും പഠിപ്പിക്കുമെന്ന് കേട്ടിട്ടില്ലേ? കേട്ട പ്രോവർബുകളിൽ ഒതുങ്ങുന്നതല്ല പെണ്ണിന്റെ മനസ്സ്. ഈ IASനും കിട്ടാൻ പോകുന്ന പോസ്റ്റിങ്ങിനും അപ്പുറത്ത് ഒരു സാധാരണ പെണ്ണിന്റെ മനസ്സുണ്ട് എനിക്ക്. അതെനിക്കും നല്ല കിച്ചു, എല്ലാവർക്കും ഉണ്ട്. ഇനി ചീഫ് സെക്രട്ടറി ആയാലും പെണ്ണാണോ, അവളുടെ മനസ്സ് കുറച്ച് സെൽഫിഷ് ആയിരിക്കും. എന്റെ ഭർത്താവ്, എന്റെ കുട്ടി, എന്റെ ജീവിതം, അങ്ങനെ ഒരുപാട് പൊസസീവ് ആയിരിക്കും പെണ്ണ്. ഞാനും അങ്ങനെയാ. എന്റെ വീട്, എന്റെ അച്ഛൻ, എന്റെ ജോലി, ഞാൻ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ, ഈ സങ്കല്പങ്ങളൊക്കെ കിച്ചുവായിട്ട് എന്തിനാ തകർക്കുന്നത്? നിന്റെ സംസാരം കേൾക്കാൻ വല്ലാത്ത രസമുണ്ട്. വെളുപ്പിനെ പുതുപ്പിനടിയിൽ കിടന്ന് പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. തനിക്ക് നന്നായിട്ട് ഷോർട്ട് സ്റ്റോറി എഴുതാൻ പറ്റും. പലപ്പോഴും തന്റെ മൂടതാ. എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ രസാ. ആദ്യം മനസ്സിൽ തോന്നുന്നത് കവിതയാ. എഴുതാനിരിക്കുമ്പോ ഒരു വരി കൂടുതൽ എഴുതാൻ പറ്റില്ല. എന്നാ പിന്നെ കഥയാകാന്ന് വെച്ചു. അപ്പൊ കവിതയ്ക്ക് വേണ്ടുന്ന വാക്കുകളാ വരുന്നത്. അവസാനം ഒരു ഗദ്യ കവിത എഴുതി പത്രാധിപർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അയച്ച പോലെ തന്നെ തിരിച്ചു വന്നു. ഇപ്പോഴല്ല, കുറെ കാലം മുമ്പാ. എന്തായിരുന്നു വിഷയം? സംശയം എന്താ? പ്രണയം. രമണന്റെ അവസ്ഥയോർത്ത് പൊട്ടിക്കറിഞ്ഞ കാലം അത്. ഇപ്പോഴും കൗമാരത്തിലെ പോലെ പ്രണയം തന്നെ എന്റെ മനസ്സിൽ. ആരോട്? പ്രകൃതിയോട്, മഴയോട്, മഞ്ഞു പെയ്യുന്ന രാത്രികളോട്. ഇതൊന്നും കേൾക്കാനല്ലോ താൻ ചോദിച്ചത്. ഇപ്പറഞ്ഞതിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ പൂർണ്ണമാകണമെങ്കിൽ താൻ എന്റെ കൂടെ വേണമെന്ന് എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. ഞാൻ പോവാ. എന്താ? ഇനി എന്തെങ്കിലും സംസാരിച്ചാ ഇപ്പൊ കേട്ടതിന്റെ സുഖം പോവും. വീട്ടിൽ ചെന്നിരുന്ന് സ്വപ്നം കാണുന്നതിന് തന്റെ അനുവാദം വേണ്ടല്ലോ.